പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം കൂടെ നമുക്ക് ദാനമായി ദൈവം നൽകി സന്തോഷത്തോടെ എഴുന്നേറ്റ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന മഹാഭാഗ്യത്തിനു വേണ്ടി ഇന്ന് രാവിലെ ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. വേഗം വരുന്ന നമ്മുടെ രക്ഷകൻ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവരെയും വന്ദനം പറയുന്നു. ദൈവത്തെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ട്. ആ അറിവിൽ നമ്മളിങ്ങനെ പറയാറുണ്ട്, ദൈവം സ്നേഹവാനായ ദൈവമാണ്, കരുണാസമ്പന്നനാണ്, ദീർഘക്ഷമയുണ്ട്, ദയയുണ്ട്, മനസ്സരിവുണ്ട്, ദൈവം വിശ്വസ്തനാണ്, പാപികളുടെ രക്ഷകനാണ്. ഇങ്ങനെ ഇത്യാദി ഒരുപാട് കാര്യങ്ങൾ ദൈവത്തെ പോസിറ്റീവായി നമ്മൾ പറയുമ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഒരു വചനം, കോപിക്കുന്നൊരു ദൈവം. ഒരുപക്ഷെ നമുക്കത് ഇഷ്ടമല്ല. സംഗീതത്തിൽ ദാവീദ് പറയുന്നു, ദൈവം ദിവസം പ്രതി കോപിക്കുന്നു, മനം തിരിയുന്നില്ലെങ്കിൽ വാളിൽ മൂർച്ച കൂട്ടുന്നു. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രലേഖനമാകുന്ന കൊലോസ് ലേഖനം എഴുതുമ്പോൾ മൂന്നാമത്തേതിന് 6-ാമത്തെ വാക്യത്തിൽ ഈ വക നിമിത്തം ദൈവകോപം അനുസരണക്കെട്ടപ്പെടും വരുന്നു എന്നൊരു വാക്യം എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവകോപം വരുന്നു, ദൈവം കോപിക്കുന്നു. ദൈവം കോപിക്കുമോ? സ്നേഹവാനായ മനസ്സിലുള്ള ദൈവം അങ്ങനെ കോപിക്കാനായിട്ട് കഴിയുമോ? ഒരുപക്ഷെ മനുഷ്യരാകുന്നത് നമ്മളെല്ലാം കോപിക്കാറുണ്ട്. ചിലർക്ക് ഭയങ്കര മുൻകോപമുള്ളവരുണ്ട്. ആ മുൻകോപമൊക്കെ വന്നിട്ട് എന്തെല്ലാം കാട്ടിക്കൂടും നമുക്കറിയത്തില്ല. കോപം എന്നത് പറയും നമ്മുടെ ഒരു വികാരമാണ്. കർത്താവായ യേശുക്രിസ്തു 2 പ്രാവശ്യം യെരൂശലേം ദേവാലയത്തിൽ ചെന്നു, ആലയ ശുദ്ധീകരണത്തിന് വേണ്ടി ശ്രമിച്ചു. കർത്താവിൻ്റെ കോപം ജ്വലിച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കോപം പൊങ്ങി. അവിടെ വിൽക്കുന്നവരെയും വാങ്ങുന്നവരൊക്കെ പുറത്താക്കി. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി എന്ന് കർത്താവ് പറയുന്നുണ്ട്. ദൈവം തന്നെ പലപ്പോഴും മനുഷ്യരുടെ കോപിക്കുന്നതായിട്ട് വായിക്കുന്നു. ദൈവം മോശയെ വിളിക്കുന്നു, മോശേ, എല്ലാ ജനത്തെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, നിന്നെ അവരുടെ അടുക്കൽ അയക്കുക, നീ കടന്നു പോകണം, ഫറവോൻ്റെ അടിമത്തിൽ നിന്റെ ജനത്തെ പിടിപ്പിക്കണം. പക്ഷെ മോശ തയ്യാറാകുന്നില്ല. പല ഒഴിവുകൾ പറയുന്നു, തൻ്റെ ബലഹീനത എന്താണെന്ന് വിളിച്ചു പറയുക. പക്ഷെ ദൈവത്തെ കോപം ജ്വലിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സാജനം മരുഭൂമിയിലേക്കൂടെ യാത്രയുടെ നടുവിൽ, മരുഭൂമിയിൽ കൂടെ കനനാളിലൂടെ യാത്രയുടെ നടുവിൽ പലപ്പോഴും ദൈവത്തോട് പിറുപിറുത്തവരാ, അവിശ്വാസം പറഞ്ഞവരാ. കോപിക്കുന്നു ദൈവം. പക്ഷേ മോശ ഇടിവിൽ നിൽക്കുക. 107 സംഘത്തിൽ വാക്യമുണ്ട്, ദൈവത്തെ കോപത്തെ ശമിപ്പിക്കുവാൻ മോശ ഇടിവിൽ നിന്നില്ലായിരുന്നു എങ്കിൽ ദൈവം ആ ജനത്തെ നശിപ്പിച്ച് കളയുമായിരുന്നു. അപ്പോൾ ദൈവം കോപിക്കുന്ന ദൈവമാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്നേഹവാനായ ദൈവമായിരിക്കുമ്പോൾ തന്നെ ആ സ്നേഹം നമ്മളനുസരിച്ച് മുൻപോട്ട് കടന്നു പോകുന്നില്ല എങ്കിൽ നമ്മുടെ നേരെ കോപം വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഇസ്രായേലത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്, ദൈവജനത്തെക്കുറിച്ച്, പുതിയ സഭയെക്കുറിച്ച് പറയുക. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു എന്നെഴുതിയിരിക്കുന്നു. അപ്പോൾ ഇവരെന്താ അനുസരണക്കേട് കാണിച്ചത്? ഈ കോപം വരാൻ കാര്യമെന്താ? ഒരു കാര്യമില്ല, നമ്മൾ കോപിക്കത്തില്ലല്ലോ. എഫേസ്യലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കോടെ നമ്മുടെ കോപം വെച്ചുകൊണ്ടിരിക്കുക, കോപത്തിന് താമസമുണ്ടായിരിക്കണം, കേൾക്കാൻ വേഗത, പറയാൻ താമസം, കോപത്തിന് താമസമുള്ളവരായിരിക്കണം. ഇതെല്ലാം ദൈവമായി നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ എന്താ ദൈവം കോപിക്കാനുള്ള കാരണം? ചില കാരണങ്ങൾ പൗലോസ് ഈ കൊലോസ്യരെ പഠിപ്പിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹന, അത്യാഗ്രഹം, ദൈവ്യാഗ്രഹം, ഇങ്ങനെയുള്ള പലവിധമാകുന്ന ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ കടന്നു വരുമ്പോൾ, നിങ്ങൾ ആ ദോഷം അകപ്പെടുമ്പോൾ ദൈവത്തിന് കോപമുണ്ടാകുന്നു. ഒരു ദൈവത്തിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് വിശുദ്ധിയാക്കുക, ദൈവത്തിൻ്റെ പ്രമാണമനുസരിക്കുക. ചിന്തിക്കുക, മാതാപിതാക്കന്മാർ മക്കളെയോട് കോപിക്കാറില്ലേ? എന്താ കോപിക്കാൻ കാരണം? നമ്മൾ പറയുന്ന മക്കൾ അനുസരിക്കുന്നില്ല, അവരിഷ്ടം പോലെ അവർ പെരുമാറുന്നു. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് കോപം ജ്വലിക്കാറുണ്ട്. പക്ഷേ ആ കോപം ജ്വലിക്കുന്നത് ചിലപ്പോൾ ബാലശിക്ഷ നമ്മൾ കൊടുത്തെന്നിരിക്കും. അവരെ നശിപ്പിക്കാനും മുടിക്കാനുമല്ല, ആ ബാലശിക്ഷയിൽ കൂടെ അവരെ മടക്കി വരുത്താൻ വേണ്ടി ശ്രമിക്കുക. പലപ്പോഴും മക്കൾക്കിത് മനസ്സിലാകത്തില്ല.
മക്കൾ പറയോ എൻ്റെ പപ്പ എൻ്റെ ഡാഡി എന്നെ ഉപദ്രവിച്ചു, മമ്മി എന്നെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് മക്കളൊക്കെ ഒരു ഓപ്പോസിറ്റ് മൈൻഡുള്ളവരായി മാറി നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവം ഇതുപോലെ ഏറ്റവും ദൈവം കോപിച്ചൊരു ജനമെന്ന് പറഞ്ഞ ഇസ്രായേൽ ജനമാണ്. എത്രയോ പ്രാവശ്യം അവരുടെ ദൈവം കോപിച്ച സമയത്തൊക്കെ അവരുടെ ജീവിതത്തിന് ശിക്ഷ കിട്ടി. ആദാം തെറ്റ് ചെയ്തപ്പോൾ ആദാമിൻ്റെ കോപമുണ്ടായി, ശിക്ഷകൾ കൊടുത്തു. കയ്യനെ പാപം ചെയ്തു. കയ്യനോട് പറയുന്നു, പാപം നിൻ്റെ വാതിൽ കിടപ്പുണ്ട്, നീ എന്നെ കീഴ്പ്പെടുത്തിക്കോണം. പക്ഷേ കയ്യൻ അതനുസരിക്കാതെ കോപിഷ്ഠനായി മാറി. ഇങ്ങനെ മുൻപോട്ട് കടന്നു വരുന്ന ഓരോ ജീവിതങ്ങളും ദൈവത്തിൻ്റെ വചനം വിട്ട് പ്രമാണം വിട്ട് മുന്നോട്ട് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുന്നു എന്ന് എഴുതി വച്ചിരിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ കോപം ജ്വലിച്ച ഒരു ജനതയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ജനം. അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. ഇന്നും ആ ജനം അവരുടെ വാഗ്ദത്ത മശികയായി ഭൂമിയിൽ വന്ന കർത്താവായ യേശു അംഗീകരിക്കുകയോ ആത്മരക്ഷയൊക്കെ പ്രാപിക്കുകയോ ചെയ്യാതെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ ആ ജനത്തിൻ്റെ നേരെ കോപം ദൈവത്തിന് ജ്വലിക്കുന്നുണ്ട്. അതിലെ ശിക്ഷകളൊക്കെ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നു, മാനവജാതിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. പക്ഷേ ഇസ്രായേലും പറയുന്നു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും പറ്റട്ടെ. കഴിഞ്ഞ 12,000 കൊല്ലമാണ് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആ ദേശത്ത് യുദ്ധമില്ലാത്ത ഏതെങ്കിലും ഒരു കാലയളവുണ്ടോ? എന്തെല്ലാം പ്രശ്നത്തിൽ കൂടെ അവരെ കടന്നു പോകുന്നത്. ദൈവം അവർക്ക് ചില പ്രൊട്ടക്ഷൻ നൽകുന്നു. കാര്യം ശരിയാണെങ്കിലും ആ ജനത അനുഭവിച്ചതുപോലെ കണ്ണുനീരും ദുഃഖങ്ങളും അനുഭവിച്ച ജനതതി ഭൂമിയുടെ പരപ്പില്ല. ദൈവത്തിൻ്റെ കോപം ഇന്നും പലരുടെ നേരെ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ നേരെ, നമ്മുടെ കുടുംബത്തിന് നേരെ, നമ്മൾ കടന്നു പോകുന്ന സഭയ്ക്കെതിരെ ദൈവത്തിൻ്റെ കോപം വരാറുണ്ടോ? കോപിക്കുന്ന എന്തുകൊണ്ടാണ്? ഇവിടെ പല കാരണങ്ങൾ പറയുന്നു. ഒരുപാട് കാരണങ്ങൾ ആ അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്. മനുഷ്യരുടെ ജഡസ്വഭാവങ്ങൾ, ദിവ്യാഗ്രഹം, അത്യാഗ്രഹം, ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, പക, പിണക്കം, ദുർഭാഷണം, വായിൽ വരുന്ന ദൂഷണം, ഇങ്ങനെ എത്രയെല്ലാം കാര്യങ്ങൾ. ഇതെല്ലാം ജനത്തിന്മേൽ വരുമ്പോൾ ഇത് നിമിത്തം ദൈവത്തിന് കോപം ജ്വലിക്കുക. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മളെ തകർത്ത് കളയാതിരിക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. നമുക്കിവിടെ നല്ലൊരു മധ്യസ്ഥൻ സ്വർഗത്തിലുണ്ട്. നമ്മൾ കോപിച്ചും തെറ്റുപോകിയതൊക്കെ പോകുമ്പോൾ ദൈവകോപം നമ്മുടെ മീതെ വരാതിരിക്കാൻ മോശ ഇടിവിൽ നിന്നതുപോലെ നമുക്കിവിടെ ഇടിവിൽ നിൽക്കുന്ന ഒരു കാര്യസ്ഥൻ, ഒരു മധ്യസ്ഥൻ നമുക്കുണ്ട്, കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ട് കോപം എന്നും അടക്കി വെക്കുന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ മനസ്സാന്തരപ്പെട്ടും പരിഹാരം വരുത്തിയും ദൈവത്തോടടുത്തും ഒക്കെ മുമ്പോട്ട് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ കോപം വിട്ടുമാറും, നമ്മളെ വീണ്ടും അനുഗ്രഹിച്ച് നമ്മളെ സഹായിക്കും. പക്ഷേ നമ്മൾ മനസ്സാന്തപ്പെടുന്നില്ല, അനുഭവിക്കുന്നില്ല, കുറ്റങ്ങൾ ഏറ്റു പറയുന്നില്ല. നമ്മുടെ ഇഷ്ടം പോലെ മുമ്പോട്ട് അങ്ങോട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പ്രിയരെ ഓർക്കണം, ദൈവകോപം നമ്മുടെ ജീവിതത്തിൽ വരും. ഞാൻ ആദ്യം ഓർപ്പിച്ചാൽ വാളിനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാ? വെറുതെ കാണാനല്ല, ഭംഗിക്ക് വേണ്ടി ഷോക്കേസ് വെക്കാനല്ല. വാളിന് ഉപയോഗമുണ്ട്. എന്തിനാ? നശിപ്പിക്കാനാ, വെട്ടാനാ, ചിലരൊക്കെ തകർത്ത് കളയാനാ. അത് നമ്മുടെ ഇതിൽ വരരുത്. ഈ വക നിമിത്തം ദൈവകോപം അനുസരണക്കെട്ടോടെ നമ്മൾ അനുസരിക്കണം. ദൈവമനുസരിക്കണം, ദൈവത്തെ അനുസരിക്കണം, ദൈവദാസന്മാരെ അനുസരിക്കണം. ഒരുപക്ഷെ പല കാര്യങ്ങളിലും ഇഷ്ടമല്ലെന്ന് വന്നേക്കാം, പക്ഷേ അനുസരിച്ച് നോക്കിയേ അതിന് വേണ്ടി അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ഇന്ന് രാവിലെ കർത്താവേ, ഞാൻ എന്താണ് അനുസരിക്കേണ്ടത്? എൻ്റെ കുടുംബത്തിനുമോ എനിമേൽ ദൈവമോ ഉണ്ടോ? ദൈവകോപം കൊണ്ടാണോ ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ചിന്തിക്കുക ദൈവമക്കളെ. ദൈവാത്മാവ് നിങ്ങളെ ബുദ്ധിപദേശം നൽകട്ടെ. ദൈവങ്ങളെയൊക്കെ അടുത്തു വരാം. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ഞങ്ങളുടെ കർത്താവേ, അവിടെ ഞങ്ങളുടെ സ്നേഹിതനായ സ്തോത്രം. ദൈവം ഞങ്ങളുടെ മേലോ ഈ സന്ദേശങ്ങൾ ആരുമേലും വരാതെ അവരെയൊക്കെ കൃപയും ദൈവം സൂക്ഷിക്കണമേ. എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ലോർഡ്. സ്തോത്രം.